ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചു. കൊടി സുന്നി ഒഴികെയുള്ള 10 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ഉടനെയാണ് പരോൾ പ്രാബല്യത്തിലായത്. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, കൊടിസുന്നി ഒഴികെ ബാക്കി എല്ലാവരും പരോളിൽ പുറത്തു വരികയാണ്. അതേ പിന്നിൽ അതായത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനി ഒഴികെയുള്ള 10 പ്രതികൾക്കാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ഉടനെയാണ് ഈ പ്രതികൾക്ക് അനുവദിച്ചിട്ടുള്ള പരോൾ ഇപ്പോൾ പ്രാബല്യത്തിലായിരിക്കുന്നത്. നേരത്തെ തന്നെ അതായത് ഫെബ്രുവരി മാസം തന്നെ ഇവരുടെ ഈ ടി.പി. ചന്ദ്രശേഖരൻ വധ ഹൈക്കോടതി പരിഗണിച്ച ഘട്ടത്തിൽ നിരവധിയായി കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കർശന ഉപാധികളോടെയാണ് ഇവരുടെ വധ ശിക്ഷ വേണമെന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി നിരസിച്ച് ഇരട്ട ജീവപര്യന്തമാക്കി നൽകിയത്. പുതുതായി ഗൂഢാലോചന കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 10-ാം പ്രതി കെ കൃഷ്ണൻ, 12-ാം പ്രതി ജ്യോതി ബാബു എന്നിവരെ ആ ഘട്ടത്തിൽ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു. അതിനു പുറമെ പ്രായാധിക്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഇവർക്കും അന്ന് തന്നെ പരോളിനായി അപേക്ഷിക്കാമെന്ന് ഹൈക്കോടതി വിധിയിൽ പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. അതിനു പുറമെ നേരത്തെ ശിക്ഷയിൽ കഴിയുകയായിരുന്ന മറ്റ് പ്രതികൾ ഉൾപ്പെടെയുള്ള അതായത് കണ്ണൂർ സെൻട്രൽ ജയിൽ ശിക്ഷയിൽ കഴിയുകയായിരുന്ന പ്രതികൾക്ക് ഉൾപ്പെടെയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിൽ കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പരോൾ അനുവദിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടുകൂടി അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം മാറിയതോടുകൂടിയാണ് ഇപ്പോൾ ഈ പരോൾ പ്രാബല്യത്തിലായി വന്നിരിക്കുന്നത്. ബിനിൽ.